ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഓർഡേഴ്സ് എല്ലാം ഭയങ്കര ഹറിബറി ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഇതൊരു കുറച്ചൊരു വലിയ ഓർഡർ ആയിരുന്നു കേട്ടോ. അതിൽ ചെമ്മീൻ അച്ചാറും ബീഫ് അച്ചാർ, നെല്ലിക്ക അച്ചാർ, കക്ക ഇറച്ചിയുടെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഹാഫ് KGയുടെ ബോട്ടിലാണ്. പിന്നെ ലെമൺ ഡേറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഇടിയിറച്ചിയാണ് കേട്ടോ. ഇടിയിറച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ ഈ ഓതൻറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന ഉണങ്ങിയ ഇറച്ചിയല്ല, ബീഫ് വറുത്തിടിച്ചതാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണങ്ങിയ ഇറച്ചിയേക്കാളും ടേസ്റ്റാണ് ബീഫ് വറുത്തിടിച്ച് ചെയ്യുമ്പോൾ. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. നല്ല റിവ്യൂസ് ഉള്ള പ്രോഡക്റ്റാണ് കേട്ടോ അതൊക്കെ. പിന്നെന്താണ്, അവിൽ വിളയിച്ചത്, ബനാന ചിപ്സ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് അവലൂസ് പൊടിയാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ് ഈ അവലൂസ് പൊടി എന്ന് പറയുന്നത്. കാരണം നല്ല അത്ര ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. നല്ല റിവ്യൂ ഉണ്ട് നമുക്കതിന്. പിന്നെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി, നമുക്ക് കുറേ, അതായത് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ഈ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിക്കും ഉണക്കച്ചെമ്മീൻ മസാല ഫ്രൈക്കുമാണ്. നല്ല റിവ്യൂ ആണ് അതിനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും തരുന്ന ഈ നല്ല റിവ്യൂസിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഉള്ളതുപോലെ ഒരു ഫ്രീ അച്ചാർ വെച്ചിട്ടുണ്ട്, ചിക്കൻ്റെ അച്ചാർ. പിന്നെ മസാല കപ്പലിൻ്റെ ഒരു ഓർഡറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കസ്റ്റമറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ല റിവ്യൂ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പാക്കിങ്ങിനെ പറ്റിയിട്ടാണെങ്കിലും പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണെങ്കിലും നല്ല റിവ്യൂ ആയിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ റിവ്യൂയും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും സാധനം സൂപ്പർ ആയിരുന്നു. കുറേയൊക്കെ ഞാൻ പൊട്ടിച്ച് കഴിച്ചു, കുറച്ച് കഴിച്ചില്ല. മറ്റേ ഇടിയിറച്ചി അതൊക്കെ ഞാൻ പൊട്ടിച്ച് അതേ കണക്കാൻ കഴിച്ചു. ഞങ്ങളെല്ലാവരും കഴിച്ചു. വീട്ടിൽ എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു. എല്ലാവരും പാക്കിങ്ങാണ് പറഞ്ഞത്. പാക്കിങ് അടിപൊളി പാക്കിങ്, എന്നുവെച്ചാൽ ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡ് പാക്കിങ്ങാണ്. അടിപൊളി പാക്കിങ്. കുപ്പിയും മറ്റേ ആ പേപ്പർ പാക്കിംഗ് ഒക്കെ ഒന്നുമില്ല, അതെല്ലാം സാധനം അടിപൊളി. പിന്നെ അതിനകത്ത് മറ്റേ ടോയിൻ കെട്ടിരുന്നതും സാധനം സൂപ്പർ. ഫുഡ് ടേസ്റ്റ് ഒരു രക്ഷയില്ല, അടിപൊളി.